നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ഒരു റഷ്യൻ നാടോടി കഥയുടെ സാരാംശം പറയാം. ജോലി അന്വേഷിച്ച് ഒരാൾ തൻ്റെ നാട്ടിൽ നിന്നും വളരെ ദൂരത്തുള്ള വേറൊരു നാട്ടിലേക്ക് യാത്രയായി. എന്നാൽ അവിടെ അയാൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അയാൾ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കുറേ ആൾക്കാർ ഒരു ചെറിയ പൊട്ടക്കിണറ്റിന് ചുറ്റും വട്ടം കൂടിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം അങ്ങോട്ട് പോയി, നിങ്ങൾ എന്താണ് എല്ലാവരും ഈ കിണറ്റിലേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കൂടിയതിൽ ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ, ഇവിടെ പണ്ട് നിധി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തൻ കുഴിച്ചിട്ട് പോയതാണിത്. 8-10 അടി അയാൾ ഒറ്റയ്ക്ക് ഗതികെട്ട് കുടിച്ച്, പക്ഷേ നിധിയൊന്നും കിട്ടിയില്ല. അയാൾ അവസാനം സങ്കടപ്പെട്ട് ഇവിടെ നിന്നും പോയി. ഇത് കേട്ടതും ഈ ജോലി അന്വേഷിച്ച് വന്ന വ്യക്തി ഒരു കോലിൻ്റെ കഷ്ണം എടുത്ത് ആ കുഴിയിലേക്ക് ഇറങ്ങി വെറുതെ കുത്തി കുടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അല്പം കുടിച്ചപ്പോൾ തന്നെ നിധി കിട്ടി. അദ്ദേഹം അതുമായി യാത്രയായി. ഇതിലൊരു സാരാംശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 12 അടി വരെ കുഴിക്കാൻ ക്ഷമ കാണിച്ച ആ വ്യക്തി ഒരു അടി കൂടി കുഴിക്കാൻ ക്ഷമ കാണിച്ചില്ല. പിന്നീട് ആ കുഴി പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ആ വ്യക്തിക്കാണ് ആ നിധി കിട്ടിയത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ക്ഷമയുടെ അങ്ങേ അറ്റം വരെ നമ്മൾ ക്ഷമിച്ചു നിൽക്കും, പക്ഷേ അതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ക്ഷമ കെട്ട് അവിടെ നിന്നും പോകും. പിന്നീട് നമ്മൾ ചെയ്തു വെച്ച പല പണികളും വേറെ വ്യക്തികൾ വന്ന് വളരെ ചെറിയ ഒരു പ്രയത്നത്തിലൂടെ വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോയി അവർ നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം കൂടി അവർ കൈക്കലാക്കുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റാണ് അവർക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് പൂർത്തീകരിക്കാനാവാത്ത, ക്ഷമാശീലമില്ലാത്ത ഈ കഥയിലെ വ്യക്തിയെ പോലെയാവും. എത്ര കഠിനമായി പ്രയത്നിച്ചാലും അതിൻ്റെ അറ്റം വരെ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കണം എന്നതാണ് ഈ കഥയുടെ സാരാംശം. നന്ദി.